അല്ല നമ്മളെ പെങ്ങളെ ചെക്കനാളത്. ഒന്ന് നിർത്തിക്ക. നിർത്തി. ആ ഫാരിസേ, ഓ ഇത് അല്ല, അനക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടാന്ന് അറിഞ്ഞു. അത് കാക്ക പിന്നെ അത് അല്ല നമ്മളെ കുട്ടിക്കൃഷ്ണൻ തന്നെ അല്ലേ ഇപ്പൊ എസ് ഐ? കാക്ക ഞാൻ ബന്ധപ്പെട്ടിട്ട് കൊറേ നാളായി. എന്റെ പെങ്ങളെ ചെക്കനാ. അദ്രമന ഇജ്ജ് എന്തിനാ ചെറുക്കനെ വെറുതെ വിഷമിപ്പിക്കണേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അല്ല അത് പോട്ടെ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം? അന്റെ അപ്പ പണ്ടെന്നെ തോണ്ടിപ്പോയതാ എന്ന് കരുതിട്ട് എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. പുരയിലെ കാര്യമൊന്നും പറയണ്ട, ചെലവിന് വരെ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. കാക്കാനടുത്ത് വല്ല പണിയുണ്ടോ? പണി പണിയല്ലുള്ളൂ. ഇതാരാ എനിക്ക്? ഇതാണ് വടക്കേ പറമ്പ സുബേർ. ഗൾഫിലും നാട്ടിലും കണ്ടമാനം ബിസിനസ്സാ. സുബേറെ ഇങ്ങോട്ട് വന്നാ. ഇവന് വെറുതെ നിക്ക. ഇവന് പറ്റിയ വല്ല പരിപാടി ഉണ്ട് നമ്മളെ അടുത്ത്? അതിപ്പോ ഒരു കാര്യം ചെയ്തോട്ടെ, നമ്മളെ ബിസിനസ് ഒക്കെ വന്നോട്ടെ. 5 ലക്ഷം തന്ന് പാർട്ണർഷിപ്പ് കൂട്ടിക്കോട്ടെ. ലാഭമായിട്ട് 25,000 രൂപ മാസം കൊടുക്കും. അപ്പൊ ഇവനും പാർട്ണറാവും, നിങ്ങളെപ്പോലെ മുതലാളിയാവും. കാറും ബംഗ്ലാവും ഒക്കെ അനക്കാവും. മാസം 25,000 റുപ്യം കിട്ടും. മുതലിനൊരു കേടും പറ്റും. മാസം 25,000 റുപ്യ പോരടാ പാരിസേ? സംഗതിയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇത്രയും കൂടുതൽ പൈസ എവിടുന്നുണ്ടാക്കാനാ? ഇതെത്താ പന്റെ കഥ. പൈസക്കപ്പ പണി? വട്ടിക്കാരിഷ്ടം പോലെ പൈസ തരില്ലേ? ഈ ജിമ്മാന്റെ അടുത്ത് പോയിട്ട് പേരന്റെ ആധാരം വാങ്ങിക്കൊണ്ടേ 5 ലക്ഷം ഞാൻ ഉണ്ടാക്കി തരാം അല്ലേ? അതാ. എന്നാ ശരി, ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത്രമായി ചോദിച്ചാൽ മതി. എന്നാ ഞങ്ങള് പോട്ടെ. അത്രമാരെ കേറി പോകാം. എന്നാ പിന്നെ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കിക്കോ. എന്നാ ഞങ്ങള് പോവാ. ഫാരിസേ, അന്റെ ഉപ്പ അറിയാതെ ഞാനിത് നിനക്ക് തരണത്. അത് നിനക്ക് ഓർമ്മ വേണം. അതിനെന്തമ്മ, എപ്പോ വേണേലും തിരിച്ചെടുക്കാലോ നമുക്ക്. എന്തൊരു ആധാരത്തിന്റെ വർത്താനം കേട്ടത്? എന്താ ഖൈറു? ഞാൻ പറയാൻ കാര്യം, ഓനൊരു ബിസിനസ് തുടങ്ങണം. അതിന് കുറെ പണം വേണം. അങ്ങോട്ടുണ്ടാ? അതുകൊണ്ട് കുന്തം ഒന്നുമില്ല. എന്നാ ഫാരിസേ, ഇത് കൊണ്ടുപോയി അനക്ക് വേണ്ടി എത്ര പണം എടുത്തോ. ആധാരം പണം വെക്ക്. എന്തിന്? എന്താണ് ഫാരിസത്? എനിക്ക് 5 ലക്ഷം ഉറുപ്പ്യാണ്. 5 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ മാസം 25,000 ഉറുപ്പ്യ കിട്ടും. കാക്കാന്റെ കെയർ ഓഫിലാ. ആരെ? അദ്രൈമാന്റെ? പിന്നെ വേറെ ആരാണ്? സുബൈർ. സുബൈറിനെ എനിക്കറിയാം. അവൻ എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കിയതെന്നും അറിയാം. നിങ്ങളോ പുടുത്തം വിട്ട് പൊരയിൽ വന്ന് നിൽക്കുക, ഒരു പണിയും തൊരയില്ലാതെ. എന്നാ ചെറുക്കനെ കൊണ്ടെങ്കിലും 10 പൈസ പൊരയിലേക്ക് ഉണ്ടാക്കാന്ന് വെച്ചാ നിങ്ങൾ അതിന് സമ്മതിക്കൂല. നീ എങ്ങനെ ന്യായീകരിച്ചാലും ഞാനത് സമ്മതിക്കൂല. നിങ്ങൾ ഇത്രയും കാലം ഗൾഫിൽ കിടന്നിട്ട് എന്ത് ഉണ്ടാ ഉണ്ടാക്കിയേ? ഈ വീട് സ്ഥലം എന്റെ അദ്രമാന്റെ മിടുക്കുകൊണ്ടാ. ഒരു മോളെ കെട്ടിച്ചതോ? ഇതൊന്നും എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട. അദ്രമാന്റെ മുടുക്ക്, അതിന്റെ കണക്കും കച്ചൊന്നിച്ച് എന്നെ കൊണ്ട് ഇപ്പൊ പറയിക്കണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇറങ്ങിക്കോ. ഇറങ്ങേ? എവിടുന്ന്? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ല. പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത്? നീയോ? ഞാൻ തന്നെ. പിന്നല്ലാണ്ട് ആരാ? ഈ വീട് സ്ഥലേ എന്റെ പേരില്ല. അപ്പൊ ആരാ ഇവിടുന്ന് ഇറങ്ങേണ്ടത്? എനിക്കറിയാം നിന്റെ പേരിലാണെന്ന്. എല്ലാം എന്റെ തെറ്റാണ്. അന്ന് ഞാൻ വിശ്വസിച്ചു ഇതിന്റെ എല്ലാമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. NRI അക്കൗണ്ട് എടുത്തിട്ട് 1 ഉറുപ്പ്യ പോലും ഞാൻ ഇതുവരെ അതിലിട്ടിട്ടില്ല. എന്റെ കുടുംബമാണ് ഏറ്റവും വലിയ NRI ഞാൻ വിശ്വസിച്ചു. എല്ലാം എന്റെ തെറ്റായിരുന്നു. എന്റെ ജീവിതത്തിലെ നല്ല ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പൊ ഞാനിവിടെ നടക്കണം കരിവേപ്പിന്റെ അല പോലെ. എന്നാ ശങ്കര, ഇതവിടെ പിടിച്ചോ. ഇത് അപ്പുറത്ത് കണ്ട് വെച്ചു. ഇത് നല്ല പട്ടികയാണ്. അപ്പുറത്തേക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കാൽപ്പിക്കുട്ടിയെ. എന്നിട്ട് വേണം അതിന്റെ മുകൾക്ക് കയറ്റാൻ. ഇതൊക്കെ മുഴുവനൊന്ന് തുടച്ച് വൃത്തിയാക്കേ. ആരാപ്പത്? ആരാപ്പത്? ഖൈറോ? എവിടെ ഇപ്പൊ എന്റെ കാറും ചെറുക്കനെയൊന്നും കാണുന്നില്ലല്ലോ. ഇവ കരയൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞിക്കണ്. എന്തായിരുന്നു അതിന്റെ അഹങ്കാരം?
ഉള്ള പൈസ കൊണ്ട് പൊങ്ങച്ചം കാണിച്ച് നടക്കല്ലായിരുന്നോ? ആ പാവം മുസ്തഫ 10-20 വർഷം ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസക്ക് ദൂർത്തടിച്ചില്ലേ? ഓരോത്തിന് ഓനെ ഇറക്കി വിടുകയും ചെയ്തു. പണം തികയാതെ വന്നപ്പോള് ഇരിക്കൂര പണയം വെച്ച് കണ്ണി കണ്ടൽ കൊടുത്തു. ഇപ്പൊ മുതലുമില്ല, ലാഭമില്ല. ഉള്ള വീട് ജപ്തും ചെയ്തു പോയില്ലേ? ആ ചെറുക്കന്റെ എല്ലാ തോന്നിയാസം കൂട്ടു നിന്നില്ലേ? അങ്ങനെയെങ്കിലും അവരൊരു ഏർപ്പാടായിക്കോട്ടെ ഞമ്മള് കരുതി. അന്റെ ഉമ്മാതിരി ന്യായീകരൊന്നും എനിക്ക് കേൾക്കണ്ട. മക്കളെ വളർത്തേണ്ട രീതി വളർത്തണം. പടച്ചോനും പടപ്പുകൾക്കും നിരക്കാത്ത രീതിയിലാണ് ഇജ്ജന്റെ മോനെ വളർത്തിയത്. ഇവിടെ നിന്റെ മുമ്പ് വന്ന എനിക്ക് ഓർമ്മണ്ടോ? എന്റെ കാറിന്റെ പത്രാസ് കാണിക്കാൻ ഇവിടെ വന്നേ. എന്റെ അടുത്ത് ഒരുപാട് തെറ്റ് പറ്റിയേക്ക. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മാപ്പ് ചോദിക്കണം. ഒരു പടപ്പ് മറ്റൊരു പടപ്പിന് സുജൂദ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യേ, ചട്ടിപ്പറമ്പ് പോയിട്ട് എന്റെ കെട്ടിയ മുസ്തഫ ഉണ്ടല്ലോ, ഓന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടുണ്ടാ. എന്നിട്ട് നമുക്ക് എന്താ മണിയാ ചെയ്യാം. പോരുണ്ടോ? എന്നാ കേറി, വേഗം കേറി. ചട്ടിപ്പട ചട്ടിപ്പട ചട്ടിപ്പട. ആരും പോരുണ്ടോ? അടിച്ചു കൊടുക്ക. ആ ഒരു കുട്ടി ആ കേറി 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 പെട്ടെന്ന് കേറണം. ആ അവിടെ എന്താ മുസ്തഫ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ പടച്ചോന്റെ ഒരു പരീക്ഷണമാണ്. പടച്ചോൻ എന്താ അത്ര പരീക്ഷിക്കാൻ? ഞാൻ എന്ത്? പടച്ചോൻ ആരോടും പ്രത്യേക ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. ഇനി ഏതെങ്കിലും വ്യക്തികളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിനുള്ള പാഠമാണ് മുസ്തഫ. മോളെ നിക്കവിടെ. എങ്ങോട്ടാ നീ വേണത്? ഈ വീട്ടിലെ സമാധാനം കൂടി കെടുത്താനോ? നീ അവിടെ ഇരിക്കേ. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും നമ്മളെ വീട്ടിൽ വരുന്ന ഒരാളെ ഇറക്കി വിടാൻ പാടില്ല. ഇത് എന്റെ വീടല്ല. ഇവിടെ വരുന്നവരെ തടയാനുള്ള അവകാശവും എനിക്കില്ല. സലാമിനറിയോ, മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ച മുഖമായിരുന്നു ഇവളുടേത്. ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാൻ കൊതിക്കാത്ത മുഖമാണ് ഇവൾക്ക്. എനിക്കോളെ കാണേ വേണ്ട. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും പൈസ തൂർത്തടിച്ചിട്ടുമുണ്ട്. പണം, പത്രാസ്, അത് മാത്രമായിരുന്നു എന്റെ ചിന്ത. സുഖമില്ലാത്ത മൂപ്പരെ നോക്കാതെ ഞാൻ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. മകനെ ദീനീബോധമുള്ള ഒരാളാക്കി വളർത്താൻ എന്റെ അഹങ്കാരം സമ്മതിച്ചിട്ടില്ല. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. മുസ്തഫ, എല്ലാം നീ കേട്ടില്ലേ? ഇനിയെങ്കിലും നീ അവൾക്ക് മാപ്പ് നൽകണം. ഒരു ഭാര്യയില്ലാത്ത ദുഃഖം എനിക്ക് നല്ലോണം അറിയാം. മക്കളും മരുമക്കളും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മുസ്തഫ. സലാമേ, എന്റെ നല്ലതിനെ നീ എന്നെ ഉപദേശിച്ചിട്ടുള്ളൂ. ഞാൻ എന്നും ഇവളെയും മക്കളെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും എന്റെ ജീവിതം ഒരു കീഴടങ്ങലായിരുന്നു. അവൾക്ക് ഞാൻ പുറത്ത് മാപ്പ് കൊടുത്തിരിക്കുന്നു. അവൾക്ക് ഞാൻ പുറത്ത് മാപ്പ് കൊടുത്തിരിക്കുന്നു. ആരെ ചട്ടിപ്പറമ്പ് ഇറങ്ങിട്ടോ? ചട്ടിപ്പറമ്പ് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി. ആ അവിടെ പോട്ടെ. താത്തങ്ങളെ ഇറങ്ങൂല്ലേ? ചട്ടിപ്പറമ്പ് എത്തിക്കണു. ഒന്നിട്ട് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി. ഒന്നിട്ട് ഇറങ്ങി താത്ത, ഒന്ന് വേം.
Ha ha ha!